എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മളെ ഒരു ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതായത് ആടിൻ്റെ തലച്ചോറ് തോരനാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആടിൻ്റെ തലച്ചോറാണിത് കേട്ടോ. പക്ഷേ ഇത് പെട്ടെന്ന് നമ്മൾക്ക് ഇത് പാചകം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ കണ്ട ഇതിലൊരു റെഡ് കളറിലൊരു ഞരമ്പ് പോണ കണ്ട, അതിനെ നമ്മൾ മാറ്റി കളയണം. അത് കളഞ്ഞിട്ടാണ് നമുക്കിത് പാചകം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂത്രപ്പണി ചെയ്യാം. സൂത്രം എന്താണെന്ന് നോക്കാം. നമ്മളൊരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കുക. അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അല്പം മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആടിൻ്റെ തലച്ചോറ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇതാണ് നമ്മുടെ ആ പുഴുങ്ങി കഴിഞ്ഞ നമ്മുടെ തലച്ചോറ്. ഇതിലെ പകുതി തലച്ചോറിൻ്റെ വേവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ വെയിനുകളില്ലേ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ട ഈ വെയിൻ, ഇതിങ്ങനത്തെയുള്ള ഈ വെയിനാണ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മാറ്റിയെടുക്കുക. ഇതേപോലത്തെ വെയിനുകൾ മാറ്റി വയ്ക്കുക. അങ്ങനെ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്കിതിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഇതിലെ ആ പുഴുങ്ങിയ തലച്ചോറാണ്. ഇതിൽ നിന്ന് നമ്മൾ എല്ലാ വെയിനും എല്ലാം എടുത്ത് മാറ്റി നല്ല വൃത്തിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇനി നമുക്കിതിൽ കുറച്ച് ചേരുവകൾ ചേർക്കണം. ഇതിൻ്റെ കൂടെ ആ ചേരുവകളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതായത് ഇത് നമ്മുടെ ചുവന്നുള്ളി, ഒരു 2-3 കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ നമുക്ക് കോഴിമുട്ട ചേർക്കണം. ഇതിലൊരു 3 കോഴിമുട്ട ഇതിൽ ചേർക്കേണ്ടി വരും. എന്നാലാണ് ഇതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾക്ക്. അപ്പോൾ അതാണിത്. ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതാണ് നമ്മുടെ അല്പം ഗരം മസാല ചേർക്കണം, കുരുമുളക് പൊടി, ഇത് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് നമ്മുടെ വേപ്പില, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ. ഇപ്പം നമ്മൾക്കിത് എങ്ങനെയാണ് ചേർക്കാൻ നോക്കാം കേട്ടോ. ഇവിടെ വൃത്തിയാക്കി വെച്ചാണ് ഈ തലച്ചോറിൽ ഞാനിത് ബൗളിലേക്ക് മാറ്റാണ് കേട്ടോ. ഇത് നമ്മൾക്ക് ടീസ്പൂൺ കൊണ്ട് നമുക്കൊന്ന് പതുക്കൊന്ന് ഉടച്ചൊന്ന്, കാരണം നമ്മുടെ ഈ ചേരുവകളൊന്ന് മിക്സ് ചെയ്യാൻ ഒന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇത് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ എല്ലാ ചേരുവകളും ചേർക്കാം. നമ്മുടെ ഉള്ളി, പിന്നെ ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇത് ഏകദേശം നമ്മുടെ മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇതിൽ അല്പം ഗരം മസാല ചേർക്കണം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്പം പച്ചക്കുത്ത് ഉണ്ടായിരിക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ചേർക്കണം. അതാണ് ഇതിന് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ, മണമൊക്കെ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കൂടാതെ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ അല്പം മല്ലിപ്പൊടിയും ചേർക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അല്പം മുളക് പൊടിയും നല്ലതായിരിക്കും. ഇനി നമ്മുടെ കറിവേപ്പില, അവനെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്, അവനും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ തലച്ചോറും ഈ ചേരുവകളെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇനി നമ്മൾക്കിതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഇതിനൊരു തോരനാക്കി നമുക്ക് മാറ്റാം കേട്ടോ. ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. പാൻ ചൂടായി വരുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത ചേരുവകളെല്ലാം കൂടി മിക്സ് ചെയ്ത ഇതിലേക്ക് പാനിലേക്ക് ഇടാം നമുക്ക്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തലച്ചോറ് കണ്ട
ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മുട്ട ചേർക്കാം കേട്ടോ. അതിന് മുൻപായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളിതിൽ തലച്ചോറ് ഡ്രൈ ആയ കാരണമാണ് ഇപ്പം മുട്ടയിൽ ചേർക്കണത്. ഇനി ഈ മുട്ടയും കൂടി കോഴിമുട്ടയും കൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡി ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് പകർത്താം കേട്ടോ. തോരൻ നല്ല സൂപ്പറായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഈ ആവി പറക്കണ നമ്മുടെ തോരൻ്റെ മുകളിലേക്കായിട്ട് പച്ചമുളകും കറിവേപ്പിലയും വെക്കുക. അപ്പോൾ ഇതൊന്നും അങ്ങോട്ട് തലച്ചോറ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ലട്ടാ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെയുള്ള ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കാൻ നോക്കുക. ഈ തലച്ചോറിൻ്റെ തോരൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ്. അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.